പാഞ്ചോപ്പവൻ എന്ന യൂസേഫ് പിതാവിന്റെ വിശ്രമകേന്ദ്രം യൂസേഫ് പിതാവിന്റെ വിശ്രമകേന്ദ്രത്തിൽ യൂസേഫ് പിതാവ് തൻ ഭാഗ്യമരണം പ്രാപിച്ച ശേഷം ഉള്ള വിശ്രമകേന്ദ്രം വിശ്രമവേളയിൽ യൂസേപ്പിൻ സ്വപ്നം ആശ്രമ ജീവിത പുണ്യഗേഹം വിശ്രമവേളയിൽ യൂസേപ്പിൻ സ്വപ്നം മേരി തൻ പുത്രനായി ജന്മം കൊള്ളും യേശുവിൻ സത്യം യേശുവിൻ പേരിൽ പടുത്തുയർത്തിയിടുന്ന വിശ്രമ കേന്ദ്രങ്ങളൊന്നുപോലും വൈദികർക്കുള്ളതല്ല ഓർക്കുക രോഗികൾ ആരും പോരും ഇല്ലാത്ത നടക്കുവാനാവാത്ത മിണ്ടുവാനാവാത്ത കേൾക്കുവാൻ മേലാത്ത പാവങ്ങൾക്കുള്ളതാണ് വിശ്രമ കേന്ദ്രം വൈദികർ വിശ്രമ ജീവിതം നയിക്കുന്നെങ്കിൽ ഓർക്കുക പാപം കൊടും പാപം മഹാപാപം കേൾക്കുവാൻ കഴിയുവോർ മിണ്ടുവാൻ കഴിയുവോർ വൃദ്ധരാണെങ്കിലും കുംഭസാരം കേൾക്കണം പ്രാശ്ചിത്തം പറയണം അല്ലാതെ വിശ്രമ മന്ദിരം തന്നിൽ കിടക്കുന്നു എങ്കിൽ ഓർക്കുക ആരാണ്ടൊക്കെയോ സുപ്പീരിയറാകുവാൻ കുറെ എണ്ണത്തെ വൃദ്ധരായി തീർത്ത് നിരാലംബരായി തീർത്ത് അംഗവൈകല്യമുള്ളവരാക്കി തീർത്ത് കൂട്ടിലടച്ച കിളികളെ പോലെ കൂട്ടിൽ ബന്ധിച്ച മുയലുകളെ പോലെ കൂട്ടിൽ ബന്ധിച്ച മറ്റു ജീവികളെ പോലെ ഇട്ട് ഗമ കളിക്കുന്ന മഹാപാപമാണ് ഓരോ വിശ്രമകേന്ദ്രവും നടക്കുവാനാകുന്ന കേൾക്കുവാനാകുന്ന പറയുവാനാകുന്ന വായിക്കുന്നവ സാരോപദേശങ്ങളായി നൽകുവാനാകുന്ന വൈദികരെ മൊത്തം വിശ്രമ കേന്ദ്രത്തിൽ അടയ്ക്കുന്ന മഹാക്രൂര പിശാചുക്കളെ തിരിച്ചറിഞ്ഞിടുക ഓടിക്ക ഈ ലോകത്തിനതിർത്തിയിൽ നിന്നും അവരാണ് ഈ ലോകത്തെ മുടിപ്പിക്കുവാനായി നിത്യം സുപ്പീരിയർ കസേരയിൽ ഞെളിഞ്ഞിരുന്ന വിശുദ്ധരാം വൈദികരെ മുഴുവൻ പാപ കളിപ്പിച്ച് അവരെ മുഴുവൻ അവരുടെ വാക്കുകൾ കളിയാക്കി അവരുടെ നന്മകളെ മുഴുവൻ വക്രീകരിച്ച് ഏതോ മഹാമണ്ടന്മാരാക്കി മാറ്റി തങ്ങൾ മാത്രം മഹാബുദ്ധിജീവികളെന്നു കാട്ടി അധികാര കസേരയിൽ മേവുന്ന പുത്തൻ ഭരണ പരിഷ്കാരമേന്തുന്ന മഹാസുപ്പീരിയർമാരാരുമില്ലാത്തൊരു സ്വർഗ രാജ്യമായി മാറണം നമ്മുടെ സാഞ്ചോ ഭവൻ എങ്കിൽ സാഞ്ചോ ഭവന് സെന്റ് ജോസഫിന്റെ പേരാകും അല്ലെങ്കിൽ മഹാകഷ്ടം മഹാപാതകം മരണം വരെ വിശ്രമമില്ലാത്ത ജീവിതം അതാണു യഥാർത്ഥ സന്യാസ ജീവിതം കാഴ്ചകൾ മങ്ങിയാൽ കേൾവികൾ തീർന്നുപോയാൽ മിണ്ടാട്ടമില്ലാതായാൽ ഹൃദയത്തിൽ യേശുവിൻ മുഖം കണ്ടു പുഞ്ചിരി തൂകുന്ന മുഖത്തിൻ്റെ ദർശന മാത്രയിൽ രോഗങ്ങൾ സുഖപ്പെടും വിശുദ്ധരാം രോഗികളെ ആശ്രമത്തിനുള്ളിൽ സംരക്ഷിക്കേണ്ടവർ അവരെ
ഏതോ പെരുംകൂട്ടിലാക്കി ഡോർമെട്രികളിലുള്ളിലാക്കി അവരെ മുഴുവൻ ബംഗാളികൾക്ക് വിട്ടുകൊടുക്കുന്ന, ബംഗാളികൾ നല്ലവരായതിനാൽ മാത്രം അവരോട് മനുഷ്യത്വമില്ലാത്ത പെരുമാറ്റം ചെയ്യുന്നില്ലെന്നതോർത്താൽ കഷ്ടം. നമ്മുടെ സാഞ്ചോ ഭവനുകൾ മുഴുവൻ അടച്ചു പൂട്ടാതെ നമ്മുടെ ഭവനങ്ങളിൽ ശാന്തി കൈവരില്ല. സത്യം, സത്യം, സത്യം.